ഹായ് ഹലോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ചാർട്ട് നോക്കിയിട്ട് ഇന്നത്തെ മാർക്കറ്റിലെ അവസരങ്ങളെക്കുറിച്ച് പറയാനാണ്. ഓക്കെ, അപ്പം ഞാൻ ഇന്ന് ഒരു ചെറിയൊരു ട്രേഡ് എടുത്തതേ ഉള്ളൂ. നല്ല പനിയായിരുന്നു രാവിലെ തൊട്ട്. ഇപ്പം ആവിയും കാര്യങ്ങളൊക്കെ പിടിച്ചിട്ട് ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ വന്നതിനെക്കുറിച്ചൊന്ന് പറയാമെന്ന് വെച്ചാണ് ഈ വീഡിയോ ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പറയുന്നത് വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ ഈ ഒരു സ്റ്റഡി പ്രകാരം നിങ്ങൾ ഈ എൻട്രി ഓപ്പർച്യൂണിറ്റികൾ നോക്കി നിങ്ങൾ എക്സ്പീരിയൻസ് ആവുക. ഇത് പോയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്യാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്കിത് കണ്ട് അല്ലെങ്കിൽ ഇത് പ്രാക്ടീസ് ചെയ്ത് ഇതേ കണക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുമ്പോട്ട് പോകുന്തോറും നിങ്ങൾക്കത് നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയാണ് ഈ ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി പറയുന്നത്, നമ്മുടെ സ്റ്റഡി പ്രകാരമുള്ള. ഓക്കെ, എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഹയർ ഹൈ ഹയർ ലോ, ലോവർ ഹൈ ലോവർ ലോ, സപ്പോർട്ട് ആൻഡ് റെസിസ്റ്റൻസ്, ട്രെൻഡ് ലൈൻ, ക്യാൻഡിൽ സ്റ്റിക്ക്, ഫുള്ളി പ്രൈസ് ആക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പോൾ നേരെ നമുക്ക് ഇന്നത്തെ എൻട്രി ഓപ്പർച്യൂണിറ്റി അവസരങ്ങൾ എവിടെയൊക്കെയായിരുന്നു, എങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യാമായിരുന്നു എന്നുള്ളത് നോക്കാം. അപ്പം ആദ്യം തന്നെ നമ്മൾ ഡെയിലിയിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഡെയിലി ടൈം ഫ്രെയിമിൽ. ഓക്കെ, അത് ഞാൻ നേരത്തെ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. നമുക്ക് ഇവിടെ ഒരു ഹൈ വെച്ചു, പുതിയ ഹൈ മുകളിൽ വെച്ചതുകൊണ്ട് അവിടെ ആ ഒരു ഹൈനെയും ഈ ഒരു ഹൈനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ വരച്ചു. മൂന്നാമത്തെ തവണ അവിടെ ചെല്ലുമ്പോൾ റിജക്ഷൻ ആവാം, അവിടുന്ന് താഴത്തോട്ട് വന്നു. അപ്പോൾ താഴെ അതേ കണക്ക് തന്നെയാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ലോ ഉണ്ട്, അടുത്ത ലോ മുകളിൽ വെച്ചതുകൊണ്ട് താഴെ നിന്നും മേളിലോട്ട് ആ രണ്ട് പോയിന്റും കൂടെ കണക്ട് ചെയ്താണ് ആ ട്രെൻഡ് ലൈൻ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് ഹയർ ടൈം ഫ്രെയിമിൽ ഇങ്ങനെ ഒരു പാറ്റേണിലാണ് നിൽക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള പാറ്റേൺസുകളും നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഇത് നിൽക്കുന്ന പാറ്റേൺ എന്ന് പറയുന്നത് ഇതേ രീതിയിലാണ്. ഓക്കെ, ഇങ്ങനെ ഒരു പാറ്റേണിലാണ് ഇപ്പം നിൽക്കുന്നത്. ഇത് നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കുക. ഓക്കെ, ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കുക. ഈ വീഡിയോ ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ പിന്നെയും കാണുക, നമ്മൾ നേരത്തെയൊക്കെ ചെയ്തിട്ടുള്ള വീഡിയോകൾ. ഓക്കെ, അപ്പോൾ ഈ ഒരു പാറ്റേൺ ഇങ്ങനെ തന്നെ ഇട്ടേക്കുക ഹയർ ടൈം ഫ്രെയിമിൽ. ഇനിയിപ്പോൾ ഡെയിലിയിലും നോക്കാൻ പറ്റിയില്ലെങ്കിൽ 4 hourൽ വേണമെങ്കിലും ഈ പാറ്റേൺ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇന്നലത്തെ ദിവസം മെനഞ്ഞാന്നത്തെ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ഈ ഒരു ഹൈ 1 hourലെ ഒരു ഹൈ ആയിരുന്നു. ഈ ഒരു ഹൈ, ആ ഒരു ഹൈയിൽ നിന്ന് നമ്മൾ ട്രേഡ് എടുത്തതായിരുന്നു. അപ്പോൾ അതിനുശേഷം മാർക്കറ്റ് താഴത്തോട്ട് വന്നത്. അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് മനസ്സിലാക്കാം, മാർക്കറ്റ് അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് നല്ല കണക്ക് സ്ട്രെങ്ത് കാണിച്ച് വന്നാൽ മാർക്കറ്റ് പിന്നെ ഹയർ ഹൈ ഹയർ ലോ ക്രിയേറ്റ് ആവത്തുള്ളൂ. അപ്പോൾ ഈ ഒരു മാർക്കറ്റ് നോക്കുക, ഇന്നലെ ഈ ഒരു ഹൈയിൽ നിന്നും, അതായത് ഇന്നലത്തെ ഹൈ എന്ന് പറയുമ്പോൾ ഇന്നലത്തെ അല്ല മെനഞ്ഞാന്നത്തെ. ഓക്കെ, നമ്മൾ അവിടെ നിന്ന് ട്രേഡ് എടുത്തതുമായിരുന്നു, അതിനെക്കുറിച്ച് വീഡിയോ ചെയ്തതുമായിരുന്നു. അപ്പോൾ ഇവിടെ ഒരു ഹൈ വെച്ചിട്ട് മാർക്കറ്റ് ഇവിടെ ഈ ഒരു പോയിന്റിൽ ഒരു ഹൈ വെച്ചിട്ട് മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അപ്പോൾ ആദ്യം നമ്മൾ ഇവിടെ ഇങ്ങനെ ഒരു ഹൊറിസോണ്ടൽ ലെവലായിരുന്നു മാർക്ക് ചെയ്തിട്ടിരുന്നത് അവിടെ. അപ്പോൾ ആ ലെവലിന് താഴത്ത് പുതിയൊരു ലോ വെച്ചപ്പോൾ നമ്മൾ ആ താഴത്തുള്ള ലെവലിനെയും ഈ ഒരു ലെവലിനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് നമ്മളിങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യും. ഈ ഒരു 2 പോയിന്റ് നമുക്ക് കിട്ടിയാൽ മതി. ഈ ഒരു ലോയ്ക്ക് താഴത്താണ് അടുത്ത ലോ വെക്കുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ അങ്ങ് മാർക്ക് ചെയ്തേക്കുക. ഓക്കെ, ഇങ്ങനെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്ത് അങ്ങ് വിട്ടേക്കുക. അതുപോലെ തന്നെ മേളിലും നമുക്ക് ചെയ്യാം. പുതിയ ഒരു ഹൈ മുകളിൽ വെക്കാൻ പറ്റിയില്ല, താഴെയാണ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ നമ്മളവിടെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യുക മേളിൽ നിന്ന് താഴത്തോട്ടും. അപ്പോൾ അതൊരു പാറ്റേൺ ആയിട്ട് മാറും. ഓക്കെ, ഈ ഒരു ഹൈയിൽ നിന്ന് ഈ ഒരു ഹൈ കിട്ടി നമുക്ക്. അപ്പോൾ ആ 2 ഹൈനെയും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ട്രെൻഡ് ലൈൻ നമ്മൾ മാർക്ക് ചെയ്ത് താഴത്തേക്ക് വിടുന്നു. ഓക്കെ, ഇത് ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നത് നമുക്ക് ബോഡിയും കൂടെ ടച്ച് ചെയ്തോ അല്ലെങ്കിൽ വിക്കും കൂടെ ടച്ച് ചെയ്തോ അങ്ങനെ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ടച്ചസ് കിട്ടണം, അത്രയേ ഉള്ളൂ. ട്രെൻഡ് ലൈൻ വരയ്ക്കുന്നതിൽ കൂടുതൽ ടച്ചസ് കിട്ടണം. അതെങ്ങനെ വരച്ചാലും ബോഡിയും കൂടെ ചേർത്ത് വരയ്ക്കാം, വിക്കും കൂടെ ചേർത്ത് വരയ്ക്കാം, ഇനി വിക്കും ബോഡിയും കൂടെ ചേർത്ത് വരയ്ക്കാം. അപ്പോൾ ഈ ട്രെൻഡ് ലൈനെ കുറിച്ച് കൂടുതൽ അറിയത്തില്ലെങ്കിൽ നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്, ആ വീഡിയോ ഒന്ന് പോയി കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ ഇങ്ങനൊരു പാറ്റേണിലാണ് 5 മിനിറ്റിൽ നോക്കുമ്പോൾ മാർക്കറ്റ് വന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഓവറോൾ നമുക്കറിയാം ട്രെൻഡ് മാർക്കറ്റ് ഡൗൺ ആണ്. അപ്പോൾ കൂടുതലും ഡൗണിലാണ് മാർക്കറ്റ് നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ കൂടുതലും നമ്മൾ താഴത്തോട്ടുള്ള ട്രേഡിനായിരിക്കണം കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. കാരണം കൂടുതൽ മൂവ്മെൻറ്റ് നടക്കാൻ സാധ്യതയുള്ളത് അന്നേരം താഴത്തോട്ടായിരിക്കും.
ഓക്കെ, ഇനി മുകളിലോട്ട് കിട്ടുകയാണെങ്കിൽ നല്ല ഏരിയയിൽ നിന്നും എടുക്കാം. അത് റൈഡ് ചെയ്യാനൊന്നും ശ്രമിക്കേണ്ട. അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ മുകളിലോട്ടുള്ള ട്രേഡ് എടുത്തിട്ട് അത് എക്സിറ്റ് ചെയ്ത് മാറുക. എന്നിട്ട് താഴത്തോട്ടുള്ള ട്രേഡിന് ഫോക്കസ് ചെയ്യുക. അപ്പോൾ ഇന്നെന്താ സംഭവിച്ചത്? ഇന്ന് മാർക്കറ്റ് ഓപ്പൺ ആയത് ഇവിടെയാണ്. എവിടെ? ഈ ഒരു പോയിന്റിലാണ് ഓപ്പൺ ആയത്. എന്നിട്ട് താഴത്തോട്ട് വരാൻ ശ്രമിച്ചു. നേരത്തെയുള്ള ഈ റെസിസ്റ്റൻസിൽ നിന്നും വീണ്ടും മുകളിലോട്ട് പോകാൻ ശ്രമിച്ചു. അപ്പം മുകളിലോട്ട് പോയപ്പം അവിടെ എന്താ നടന്നത്? മാർക്കറ്റ് ആ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് മാർക്കറ്റ് താഴത്തോട്ട് വരാൻ ശ്രമിച്ചു. ഓക്കെ, ആ ട്രെൻഡ് ലൈനെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ട് താഴത്തോട്ട് വരാൻ ശ്രമിച്ചു. അതിനാണ് നമ്മളിങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഹൊറിസോണ്ടലായിട്ട് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ മാർക്ക് ചെയ്തിടാം, അല്ലെങ്കിൽ ഹൊറിസോണ്ടലായിട്ട് ഇങ്ങനെ മാർക്ക് ചെയ്തിടാം. പക്ഷേ ഇങ്ങനെ ട്രെൻഡ് ലൈൻ മാർക്കറ്റ് താഴത്തോട്ട് ഇങ്ങനെ പാറ്റേൺ ബേസിലാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഈ പാറ്റേൺ ഉറപ്പായിട്ടും നമ്മൾ മനസ്സിലാക്കിയിട്ട് ആ പാറ്റേൺ അതിനകത്ത് മാർക്ക് ചെയ്ത് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഓക്കെ, അങ്ങനെയാണ് ഈ പാറ്റേൺ ട്രേഡിങ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന അതേ രീതിയിലാണ്. ഓക്കെ, അപ്പോൾ ഇവിടെ നമുക്ക് 2 പോയിൻ്റ് കിട്ടി. 1 പോയിൻ്റ്, 2 പോയിൻ്റ്. അപ്പോൾ ഈ മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് താഴത്തോട്ട് വരാം. ഓവറോൾ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് അവിടുന്ന് താഴത്തോട്ട് വരാം എന്നുള്ള ഇതിൽ നമുക്ക് അവിടുന്ന് വേണമെങ്കിൽ ട്രേഡ് എടുക്കാം. ഇനി അവിടെ ചെന്നപാടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രേഡ് എടുക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ നോക്കിയിട്ടും ട്രേഡ് എടുക്കാം. അവിടെ ചെന്നപ്പോൾ ക്യാൻഡിൽ റിജക്ഷൻ ക്യാൻഡിലുമായിരുന്നു. ഓക്കെ, സ്പിന്നിങ് ടോപ്പ് ക്യാൻഡിലായിരുന്നു അവിടുന്ന് നേരെ മാർക്കറ്റ് പിന്നെന്താ സംഭവിച്ചത്? നമുക്ക് അന്നേരം അതിൻ്റെ ടാർഗറ്റ് അടുത്ത താഴെ വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ ഒരു ലോ അല്ലെങ്കിൽ പുതിയൊരു ലോ വെക്കാം. കാരണം നേരത്തെ ഉള്ള ലോയ്ക്ക് താഴത്ത് ചെറുതായിട്ടെങ്കിലും വന്നിട്ട് ഒരു പുതിയൊരു ലോ വെക്കാം. അത് വെക്കാനുള്ള റീസൺ വേറൊന്നുമല്ല, തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാൻ പറ്റാതെ മാർക്കറ്റ് താഴത്ത് വന്നു കഴിഞ്ഞാൽ പുതിയ ലോ വെക്കാനാണ് സാധ്യത കൂടുതൽ. എന്നുവെച്ചാൽ പുതിയ ലോ വെച്ചിട്ട് പിന്നെയും ഇറങ്ങിപ്പോകുന്നല്ല, പുതിയ ലോ വെച്ചിട്ട് പിന്നെയും മേപ്പോട്ട് കയറാൻ ശ്രമിക്കും. എന്നിട്ടായിരിക്കും പിന്നെയും താഴത്തോട്ട് വരുന്നത്. പിന്നെ ചില സമയത്തൊക്കെ ആയിരിക്കും നല്ല രീതിയിൽ ഇറങ്ങി പോകുന്നത്. കൂടുതൽ സമയം മാർക്കറ്റ് ഇതേ രീതിയിലായിരിക്കും. പുതിയൊരു ലോ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് കയറാൻ ശ്രമിക്കും, പിന്നെ ഇറങ്ങി വരും, പുതിയ ലോ വെക്കും, പിന്നെ ഒന്ന് കയറാൻ ശ്രമിക്കും. അങ്ങനെയായിരിക്കും മാർക്കറ്റ് വരുന്നത്. അപ്പോൾ ഇവിടുന്ന് മാർക്കറ്റ് എക്സാക്റ്റ് നമുക്ക് ആ ട്രെൻഡ് ലൈനിൽ നിന്ന് എൻട്രി കിട്ടി താഴത്തോട്ട് വന്നപ്പോൾ ഞാനിവിടെ ആ ഒരു പോയിൻ്റ് ബേസിൽ മാർക്ക് ചെയ്ത് കാണിക്കാം. ലോവർ ഹൈ ലോവർ ലോയിൽ. ഓക്കെ, ഇവിടുന്ന് താഴത്തോട്ട് വന്നു. അപ്പോൾ ഇവിടെ ഒരു ഗ്രീൻ ക്യാൻഡിലുണ്ടോ? അതൊരു ബൈയിങ് പ്രഷർ പോയ ക്യാൻഡിൽ. ആ ഒരു വിക്ക് മുതൽ ബോഡി വരെ നമ്മൾ നോട്ട് ചെയ്യണം. അപ്പോൾ താഴത്തോട്ട് വന്നു. അപ്പോൾ തിരിച്ച് കയറുമ്പോൾ ഇനി ഈ ഒരു ഹൈക്ക് മേളിൽ മാർക്കറ്റിന് പോകാൻ പറ്റണം. മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് ഈ ഒരു റെസിസ്റ്റൻസിനെ പോലും മാർക്കറ്റ് റെസ്പെക്റ്റ് ചെയ്തിട്ട് താഴത്തോട്ട് വരാം. അപ്പോൾ ആ ഹൈക്ക് മേളിൽ പോയാലേ മാർക്കറ്റ് വീണ്ടും മേപ്പോട്ട് പോകും. അപ്പോൾ എന്തായി? തിരിച്ച് വീണ്ടും താഴത്ത് വന്നു, തിരിച്ച് കയറാൻ ശ്രമിച്ചു. മാർക്കറ്റിന് തൊട്ട് മുമ്പുള്ള ഹൈക്ക് മേളിൽ പോകാൻ പറ്റുന്നില്ല, വീണ്ടും മാർക്കറ്റ് താഴത്ത് വന്നു. അപ്പോൾ ഇങ്ങനെ ആ ഒരു ട്രേഡിനെ നമുക്ക് വേണമെങ്കിൽ റൈഡ് ചെയ്യാമായിരുന്നു. എന്നിട്ട് നമ്മളിവിടെ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു ട്രെൻഡ് ലൈനിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. ഈ ഒരു പോയിൻറ്റും കണക്ട് ചെയ്ത് ഈ മൂന്നാമത്തെ പോയിന്റിൽ നമുക്ക് മേളിൽ നിന്ന് അടുത്ത ട്രേഡ് എക്സിറ്റ് ചെയ്ത് മാറാം. ഫസ്റ്റ് ട്രേഡ് നമുക്ക് അങ്ങനെ കിട്ടുമായിരുന്നു. ഓക്കെ, ഇനി മാർക്കറ്റ് മുകളിലോട്ട് ചെല്ലുമ്പോൾ എവിടെ നിന്നാണോ താഴത്തോട്ട് ഇറങ്ങി വന്നപ്പോൾ ഒരു നല്ലൊരു ബൈയിങ് പ്രഷർ ഉണ്ടായിട്ട് പിന്നെയും ഇറങ്ങി വന്ന ആ ഒരു ഏരിയ റെസിസ്റ്റൻസ് ആയിട്ട് റെസ്പെക്റ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു ഏരിയയിൽ നിന്നല്ലേ മാർക്കറ്റ് ഇവിടെ നിന്ന് ഇറങ്ങി വന്ന് താഴെ വരെ വന്ന് ഇവിടെ നിന്നാണ് നല്ലൊരു ബൈയിങ് പ്രഷർ മേപ്പോട്ട്. ഈ ഒരു ഏരിയയിൽ നമ്മൾ നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ബൈയിങ് പ്രഷർ വന്നിട്ട് അവിടെ നിന്നാണ് ഈ ഒരു ലോയ്ക്ക് താഴത്ത് മാർക്കറ്റിന് വരാൻ പറ്റിയത്. അപ്പോൾ തിരിച്ചു ചെല്ലുമ്പോൾ ആ ഒരു ഹൈ പോയിൻ്റ് എന്ന് പറയുന്നത് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അതിൻ്റെ ഈ ഒരു കൂടുതലും ബോഡിയും വിക്കും കൂടെ ചേർത്ത് നമ്മൾ മാർക്ക് ചെയ്തിട്ടേക്കുക. ബോഡിയും വിക്കും കൂടെ ചേർത്ത്. ഓക്കെ, അപ്പോൾ പിന്നീട് ആ ഒരു ഹൈയിലേക്ക് ചെല്ലുമ്പോഴും നമ്മൾ താഴത്തോട്ടുള്ള ട്രേഡിന് തന്നെ വേണം പ്ലാൻ ചെയ്യാൻ. ഓവറോൾ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട്. അപ്പോൾ ഇവിടുന്ന് ഒരു ട്രേഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇനിയിപ്പം ഇവിടുന്ന് ഒരു ട്രേഡ് ചെന്ന പാടെ എടുക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടുന്ന് ഒരു യു ടേൺ എൻട്രിയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ എൻട്രി സെറ്റപ്പുകൾ ഏതൊക്കെ രീതിയിൽ എടുക്കാമെന്നുള്ളത് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ട്. ഹയർ ഹൈ ഹയർ ലോ ലോവർ ഹൈ ലോവർ ലോ ആ വീഡിയോയിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അത് പോയൊന്ന് കണ്ടു നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇതൊരു യു ടേൺ പോയിട്ടാണ് തിരിച്ച് വീണ്ടും താഴത്തോട്ട് വന്നത്. അപ്പോൾ താഴത്തോട്ട് വന്നപ്പോൾ നേരത്തെ ഇവിടെ ഒരു റെസിസ്റ്റൻസ് എടുത്തിരുന്ന ഏരിയയാണ്. ഓക്കെ, ആ ഏരിയയിൽ വന്നിട്ട് മാർക്കറ്റ് വീണ്ടും ഒരു യു ടേൺ മുകളിലേക്ക് പോയി. ഓക്കെ, വീണ്ടും ഒരു യു ടേൺ മുകളിലേക്ക് പോയി. എങ്ങനെ? ഇവിടുന്ന് ഒരു സെല്ലിംഗ് പ്രഷർ വന്നു, നല്ല രീതിയിൽ
ഒരു യു ടേൺ ഉണ്ട്. എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് പോയി. എക്സാക്റ്റ് ആ ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് പോയി. അപ്പോൾ ട്രെൻഡ് ലൈൻ്റെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം. ഇനിയിപ്പോൾ അതൊരു കൺഫർമേഷൻ നോക്കിയിട്ടാണെങ്കിൽ ക്യാൻഡിൽ നോക്കിയിട്ട് ചെയ്യാം. ആ മേളിൽ നോക്കുമ്പോൾ ക്യാൻഡിലുകൾ എന്താണ്, ഈ ഒരു ഏരിയയിലുള്ള ക്യാൻഡിലുകൾ നോക്കിയാൽ മതി. റിജക്ഷൻ ക്യാൻഡിലുകളാണ് ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാൻ പറ്റും. അങ്ങനെ ക്യാൻഡിലിൻ്റെ കൺഫർമേഷൻ വെച്ചിട്ട് വേണമെങ്കിൽ നമുക്ക് ട്രേഡ് എടുക്കാം. അത് എടുത്തിട്ട് അതിൻ്റെ ഫസ്റ്റ് ടാർഗറ്റ് നമുക്ക് വേണമെങ്കിൽ ഇവിടെ ഫിക്സ് ചെയ്യാം. ഈ ഒരു ലോയിൽ വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ഫിക്സ് ചെയ്യാം. റൈഡ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് അവസാനത്തെ ഹൈക്ക് മേളിൽ സ്റ്റോപ്പ് ലോസിനെ കീപ്പ് ചെയ്ത് വരാം. ഓക്കെ, അല്ലെങ്കിൽ അവസാനത്തെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു സെല്ലിംഗ് ഹാൻഡിൻ്റെ മുകളിൽ സ്റ്റോപ്പ് ലോസിനെ വെച്ച് ട്രയൽ ചെയ്ത് വന്നാൽ മതി. അപ്പോൾ ഇവിടെ നിന്ന് ഇനി മേപ്പോട്ട് കയറുമ്പം ഇവിടെ വേറൊരു കാര്യം കൂടെ സംഭവിച്ചിട്ടുണ്ട്. അതും നമ്മൾ ചാർട്ടിൽ മാർക്ക് ചെയ്യണം. ആ ഓൺ ദ സ്പോട്ടിൽ തന്നെ ഈ ഒരു പോയിൻറ്റും കൂടെ കണക്ട് ചെയ്തുകൊണ്ട് ഈ 2 പോയിൻറ്റ്, കാരണം ഈ ഒരു ലോയ്ക്ക് മേളിൽ ഇവിടെയാണ് പുതിയൊരു ലോ വന്നത്. അപ്പോൾ ഇത് ഹയർ ഹൈ ഹയർ ലോ എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അപ്പോൾ മുകളിലോട്ട് നോക്കുമ്പോൾ ആ ഒരു പോയിൻറ്റും 2ഉം കൂടെ കണക്ട് ചെയ്യുമ്പോൾ മാർക്കറ്റ് ഇവിടുന്ന് വീണ്ടും ഒന്ന് റിവേഴ്സ് ആകാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വ്യൂ. പോയാലും വീണ്ടും ട്രെൻഡ് ലൈൻ അവിടെ ഉണ്ട്, നേരത്തെ ഹൈ പോയിൻറ്റും അവിടെ ഉണ്ട്, ഈ ഒരു നമ്മൾ സോൺ മാർക്ക് ചെയ്തിട്ടുള്ള ലെവലും അവിടെ ഉണ്ട്. മാർക്കറ്റ് ഓവറോൾ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് റെസിസ്റ്റൻസിനെ നല്ല രീതിയിൽ റെസ്പെക്റ്റ് ചെയ്യാം, താഴത്തോട്ട് വരാം. അപ്പോൾ കൂടുതൽ ആൾക്കാരും ചിന്തിക്കുന്നത് ഒരു റെസിസ്റ്റൻസ് ഏരിയ എവിടെയുണ്ടോ അവിടുന്ന് താഴത്തോട്ട് ട്രേഡ് എടുക്കാനായിരിക്കും. ഓക്കെ, പിന്നീട് എന്താണ് സംഭവിച്ചിട്ടുള്ളത്? പിന്നീട് ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മാർക്കറ്റ് പോയ അതേ സിറ്റുവേഷൻ നമുക്കിങ്ങനെ ഈ ടൂൾ ഉപയോഗിച്ച് തന്നെ മാർക്ക് ചെയ്യും. ഓക്കെ, മേളിൽ പോയി താഴെ വന്നു, വീണ്ടും മേളിൽ പോയി താഴെ വന്നു, വീണ്ടും മേളിൽ പോകാൻ നോക്കി, എന്നിട്ടും അവസാനത്തെ ഹൈക്ക് മേളിൽ മാർക്കറ്റിന് കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഇവിടെ വന്നിട്ട് ഇതൊരു എം പാറ്റേൺ ആയിട്ടാണ് മാറി. ഈ ഒരു എം പാറ്റേണിൻ്റെ ലോയ്ക്ക് താഴത്തെ മാർക്കറ്റിന് ബോഡി ക്ലോസ് വെച്ച് വരാൻ പറ്റി. തിരിച്ച് ചെല്ലുമ്പോൾ ഈ ഒരു എം പാറ്റേണിൻ്റെ ലോ തന്നെ തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യും. അത് നമ്മൾ സ്റ്റുഡൻസിൻ്റെ അടുത്ത് പല ചാർട്ടുകളിലും നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. കൂടുതലും ഇതേ രീതിയിലായിരിക്കും മാർക്കറ്റ് പിന്നെ താഴത്തോട്ട് വരുന്നത്. ആ എം പാറ്റേണിൻ്റെ ലോയിനെ തന്നെ തിരിച്ച് റെസിസ്റ്റൻസ് ആയിട്ട് ആക്ട് ചെയ്യുക. അതുപോലെ തന്നെയാണ് താഴത്തൊരു ഡബിൾ പാറ്റേൺ ആയിട്ടായിരിക്കും ഒരു സപ്പോർട്ട് ഏരിയയിൽ വരുന്നത്. ഇവിടെയും അതേ രീതി തന്നെ നമ്മുടെ സ്റ്റഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇനിയിപ്പം മേളിൽ നിന്ന് ട്രേഡ് എടുക്കാൻ പറ്റാഞ്ഞവർക്ക് എങ്ങനെ എടുക്കാം? ഈ ഒരു ഏരിയയ്ക്കും താഴത്തെ മാർക്കറ്റ് വന്നപ്പോൾ തിരിച്ച് കയറുമ്പോൾ ആ ഒരു എം പാറ്റേണിൻ്റെ ലോ റെസിസ്റ്റൻസ് ആവാം എന്നുള്ള വ്യൂവിൽ താഴത്തോട്ട് ട്രേഡ് പ്ലാൻ ചെയ്യാം. റൈഡ് ചെയ്തുകൊണ്ട് ഒന്നുകിൽ ഈ ഒരു ലോ അല്ലെങ്കിൽ ആ ഒരു ട്രെൻഡ് ലൈൻ്റെ അടുത്ത് വരെ വരാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു വ്യൂവിൽ. പിന്നെ എക്സ്പയറി ഡേയിൽ പ്രത്യേകിച്ച് ശ്രദ്ധിച്ച് വേണം ട്രേഡ് ചെയ്യാൻ. പ്രീമിയം ടിക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അത്യാവശ്യം ഒരു പ്രോഫിറ്റ് കിട്ടിയാൽ ഇറങ്ങുന്നതായിരിക്കും നല്ലത്, അല്ലെങ്കിൽ കിട്ടിയ പ്രോഫിറ്റ് കുറഞ്ഞു പോകും. ഓക്കെ, അപ്പോൾ ആ ഒരു സ്റ്റഡിയിൽ മാർക്കറ്റ് താഴത്തോട്ട് വന്നു. അപ്പോൾ അവിടുന്ന് മേളിൽ നിന്നും ട്രെൻഡ് ലൈനിൽ നിന്ന് എൻട്രി എടുക്കാൻ പറ്റാഞ്ഞവർക്ക് ഈ എംപാറ്റേണ്ട ലോ കട്ട് ചെയ്തപ്പോൾ ഒരു എൻട്രി നോക്കാമായിരുന്നു. അപ്പോൾ തിരിച്ച് വീണ്ടും എന്താ സംഭവിച്ചത്? എക്സാക്റ്റ് മാർക്കറ്റ് താഴെ വന്നിട്ട് ഇവിടുന്ന് താഴെ വന്നിട്ട് തിരിച്ച് വീണ്ടും അതേ ഹൈയിൽ പോയി. അതേ ഹൈ അതിൻ്റെ മേളിൽ ബോഡി ക്ലോസ് വെച്ച് പോയാൽ നമുക്ക് എന്താണ് ബൈയിങ് പ്രഷർ അവിടെ വരുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ പറ്റും. അതിൻ്റെ മേളിൽ തന്നെ അവിടെ വീണ്ടും ട്രെൻഡ് ലൈൻ വരുന്നുണ്ട്. ട്രെൻഡ് ലൈൻ്റെ തൊട്ടടുത്ത് പോലും മാർക്കറ്റ് റിവേഴ്സ് ആകാം. വീണ്ടും അവിടെ നിന്ന് ഒരു എൻട്രി ഓപ്പർച്യൂണിറ്റി വേണമെങ്കിൽ നമുക്ക് നോക്കാമായിരുന്നു. അപ്പോൾ മാർക്കറ്റ് ഇത് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ടാണ് നമ്മൾ കൂടുതൽ റെസിസ്റ്റൻസിൽ നിന്ന് നോക്കുന്നത്. ഓക്കെ, നമ്മൾ ബൈ ട്രേഡ് എടുക്കാമായിരുന്നു എങ്കിൽ ഇവിടെയുള്ളൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി എന്ന് പറയുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നും മാത്രമാണ്. നല്ലൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി എവിടുന്ന്? ഈ ഒരു ഏരിയയിൽ നിന്ന്. കാരണം ഇവിടുന്നൊരു പോയിൻ്റ് കണക്ട് ചെയ്ത് 2 പോയിൻ്റ് കിട്ടി. അപ്പോൾ മൂന്നാമത്തെ പോയിന്റിൽ നിന്ന് മാർക്കറ്റ് റിവേഴ്സ് ആകാം എന്നുള്ള ഒരു ഇതിൽ. അപ്പോൾ ആ ഒരു ബൈ ട്രേഡ് മാത്രമേ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ഉള്ളായിരുന്നു. പിന്നെ ഇവിടെ വന്നപ്പോൾ ബൈ നോക്കുന്നവർക്ക് വേണമെങ്കിൽ നോക്കാം. പക്ഷേ ട്രെൻഡ് ഡൗൺ ആയതുകൊണ്ട് മാർക്കറ്റിന് ബൈയിങ് പ്രഷറിൽ മേളിലോട്ട് പോകാൻ പുതിയ ഹൈ വെച്ച് കയറാൻ പറ്റാത്തത് കൊണ്ടും ബൈയിൽ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതിന് പകരം സെല്ലിൽ നോക്കുക. മാർക്കറ്റ് ഹയർ ലോയിൽ പോകുന്ന സമയത്ത് എന്ത് ചെയ്യാം? നമുക്ക് കൂടുതലും ബൈയിങ് സൈഡിലോട്ട് നോക്കാം. ഇപ്പോൾ ലോവർ ലോയിൽ മാർക്കറ്റ് താഴത്താണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കൂടുതലും സെല്ലിലേക്ക് ഫോക്കസ് ചെയ്യുക. ബൈ എടുത്താലും നല്ല ഏരിയയിൽ നിന്ന് മാത്രം ബൈ എടുക്കുക. അപ്പോൾ ഇന്നത്തെ ഓപ്പർച്യൂണിറ്റികൾ ഇതായിരുന്നു.
ഇന്ന് ഇങ്ങനെ ഒരു പാറ്റേണിലായിരുന്നു മാർക്കറ്റ് നിന്നത്. ഇതിനെ ഒരു ട്രയാങ്കിൾ പാറ്റേൺ എന്നൊക്കെ പറയാം, ഒരു ട്രയാങ്കിൾ ഷേപ്പിലുള്ള പാറ്റേൺ. ഇത് തന്നെ പല രീതിയിലും ഇത് കണക്കുള്ള പാറ്റേൺസ് വരും. അപ്പോൾ എങ്ങനെയാണോ ചാർട്ട് നിൽക്കുന്നത് അവിടെ ഏത് സ്റ്റഡി ചെയ്തിട്ട് നമുക്ക് ട്രേഡ് പ്ലാൻ ചെയ്യാം, അത് നമ്മൾ നല്ല രീതിയിൽ സ്റ്റഡി ചെയ്തങ്ങിടുക. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ ഒരു പാറ്റേണിലായിരുന്നു നമ്മൾ ഈ പറഞ്ഞ രീതിയിലൊക്കെയാണ് എൻട്രി സെറ്റപ്പുകൾ വന്നത്. ഇത് നിങ്ങൾ പോയിട്ട് എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒരു വട്ടം കണ്ടില്ലെങ്കിൽ, ഒരു വട്ടം കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ വീണ്ടും വീണ്ടും കാണുക. എന്നിട്ട് ഇത് ചാർട്ടിൽ പോയിട്ട് ബാക്ക് ടെസ്റ്റുകൾ ചെയ്യുക, പ്രാക്ടീസ് ചെയ്യുക. എന്നിട്ട് നിങ്ങൾക്ക് ഇന്നോ നാളെയോ മറ്റന്നാളോ ഒന്നും എൻട്രി എടുക്കാൻ പറ്റില്ല എന്നുണ്ടെങ്കിലും പിന്നീട് ഒരു സമയത്ത് നിങ്ങൾക്ക് നല്ല രീതിയിൽ ഉപകാരപ്പെടും. അപ്പം നമ്മൾ ചെയ്തിട്ടുള്ള എല്ലാ വീഡിയോയും ഇതുപോലെ തന്നെയാണ്, മറ്റുള്ളവർക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിളായിട്ടുള്ള രീതിയിലാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അത് പോയിട്ട് നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയിട്ട് അത് പ്രാക്ടീസ് ചെയ്യുക നല്ല രീതിയിൽ. എന്നിട്ട് അത്യാവശ്യം നല്ലൊരു ക്യാപിറ്റൽ ഉപയോഗിച്ചിട്ട് ആ ക്യാപിറ്റലിൻ്റെ റിസ്ക് മാനേജ്മെൻറ്റ്, മണി മാനേജ്മെൻ്റ് ഒക്കെ നോക്കിയിട്ട് വേണം ഓരോ ട്രേഡും പ്ലാൻ ചെയ്യാൻ. ഒരുപാട് ദൂരത്തിലുള്ള റിസ്ക്കിലുള്ള ട്രേഡൊന്നും പോയി എടുക്കല്, റിസ്ക് ചെറിയ രീതിയിലുള്ള ട്രേഡ് മാത്രം പ്ലാൻ ചെയ്യുക. ഓക്കെ, ഇനി ഇവിടെ ഞാൻ ആ ഒരു റിസ്കിൻ്റെ കാര്യം കൂടെ പറയാം. ആദ്യത്തെ ട്രേഡ് തന്നെ നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്നായിരുന്നു എടുത്തത്. ഇവിടുന്ന് 2 പോയിന്റ് കിട്ടി, ഈ പോയിന്റിൽ നിന്നാണ് എടുക്കുന്നത്. അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് അവിടുന്ന് ട്രേഡ് എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ ഒരു സ്ട്രോങ് ആയിട്ടൊരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ SL കൊടുത്തൊക്കെ മാറുക, അടുത്ത ഓപ്പർച്യൂണിറ്റി വരുമ്പോൾ അടുത്ത ട്രേഡ് എടുക്കാം. അപ്പോൾ നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് അവിടെയാണ്. ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ഇൻട്രാഡേ ചെയ്യുമ്പോൾ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഇൻട്രാഡേക്ക് മാത്രമല്ല കേട്ടോ നമ്മുടെ ഈ സ്റ്റഡി, ഇത് ഏത് സ്വിംഗ് ട്രേഡ് ചെയ്യാൻ വേണ്ടിയായാലും ഇനി ലോങ് ടൈമിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായാലും നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും നമ്മുടെ ഈ സ്റ്റഡി ഉപയോഗപ്പെടുത്താം. ഇതെല്ലാ ചാർട്ടിലും വർക്കൗട്ടാണ്, ഏത് ട്രേഡിംഗ് സെറ്റപ്പിന് വേണ്ടിയും വർക്കൗട്ടാവുന്നതാണ്. ഓക്കെ, അപ്പോൾ അവിടുത്തെ ആ ഒരു റിസ്ക് എന്ന് പറയുന്നത് അവിടെയായിരുന്നു. ഇനിയിപ്പോൾ നമ്മൾ ഈ താഴത്ത് നിന്നും ബൈ എടുത്തിരുന്നുവെങ്കിലും അത് തന്നെയാണ്. ഓക്കെ, ഈ ഒരു ഏരിയയ്ക്ക് താഴത്ത് ഒരു സ്ട്രോങ് ആയിട്ടൊരു സെല്ലിംഗ് ക്യാൻഡിൽ വന്ന് ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക, നമ്മൾ ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിലിൽ സ്ട്രോങ് ആയിട്ടൊരു ക്യാൻഡിലാണ് ക്ലോസ് വെക്കുന്നതെന്നുണ്ടെങ്കിൽ SL കൊടുത്തങ്ങ് മാറിയേക്കുക. അതാണ് നമ്മളവിടുത്തെ റിസ്ക് എന്ന് പറയുന്നത്. മേളിലും അതുപോലെ തന്നെ. ഇനി എവിടെ നിന്നൊക്കെ നമുക്ക് ട്രേഡ് കിട്ടിയാലും നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത് ഇത് തന്നെ. ഇപ്പോൾ ഇവിടുന്ന് ഈ ഒരു റെസിസ്റ്റൻസ് പോയിന്റിൽ നിന്ന് നമ്മൾ ട്രേഡ് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മേളിലൊരു ക്യാൻഡിൽ ക്ലോസ് വെച്ചാൽ SL കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ ട്രെയിൽ ലൈൻ വരുന്നുണ്ട്. അപ്പം ആ ട്രെയിൽ ലൈൻ വരെ ഞാൻ ഹോൾഡ് ചെയ്യാൻ റെഡിയാണ്, അത്രയും റിസ്ക് എടുക്കാൻ ഞാൻ തയ്യാറാണ് എന്നുണ്ടെങ്കിൽ അവിടെ ഹോൾഡ് ചെയ്യാം. അല്ലെങ്കിൽ മാർക്കറ്റ് ഡൗൺ ട്രെൻഡ് ആയതുകൊണ്ട് വീണ്ടും താഴത്തേക്ക് വരാം ആ ട്രെയിൽ ലൈനിൽ തട്ടിയിട്ട്. അപ്പോൾ താഴെ നിന്നും ഒരു ലോട്ടാണ് എടുത്തതെന്നുണ്ടെങ്കിൽ മേളിൽ ചെല്ലുമ്പോൾ വേണമെങ്കിൽ ഒരു ലോട്ടും കൂടെ ആഡ് ചെയ്യാം. അപ്പോൾ താഴത്തോട്ട് വരുമ്പോൾ വീണ്ടും 2 ലോട്ടിലുള്ള പ്രോഫിറ്റ് കിട്ടും. ഓക്കെ, അത് എപ്പോഴും അങ്ങനെയൊന്നും ചെയ്യരുത്. അത് ചെയ്യുന്നത് നോക്കിയും കണ്ടും വേണം. ട്രെൻഡ് നോക്കിയിട്ട് ആ ട്രെൻഡിൻ്റെ കൂടെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാവൂ. ട്രെൻഡിന് എഗെയിൻസ്റ്റ് ഒന്നും പോയിട്ട് നമ്മൾ ഒരിക്കലും അതുപോലുള്ള ലോട്ട് സൈസ് കൂടുതൽ ആഡ് ചെയ്യുകയോ ആവറേജിങ് ചെയ്യുകയോ ഒന്നും ചെയ്യാൻ നിൽക്കില്ല. ഓക്കെ, അപ്പോൾ ഇവിടുന്ന് നമ്മൾ വീണ്ടും ഈ ട്രെയിൽ ലൈൻ്റെ മേളിൽ നിന്ന് വീണ്ടും ഇവിടെ നിന്നൊക്കെ ട്രേഡ് എടുക്കാൻ ശ്രമിച്ചിരുന്നുവെങ്കിൽ ഇവിടുത്തെ റിസ്ക്കും അത് തന്നെ. ഇതിൻ്റെ മേളിൽ ഒരു 5 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ SL കൊടുത്തിട്ട് നമ്മൾ മാറുന്നു. അതാണ് നമ്മുടെ റിസ്ക് എന്ന് പറയുന്നത്. അപ്പോൾ റിസ്കിനെ നമുക്ക് അവിടെ പേടിക്കേണ്ട കാര്യമില്ല. പിന്നെ താഴത്തോട്ട് വരികയാണെങ്കിൽ നമുക്ക് കൈയും കെട്ടിയിരിക്കാം, മാർക്കറ്റിനെ റൈഡ് ചെയ്യാനായിട്ട് വിടാം. അടുത്ത നമ്മുടെ ടാർഗറ്റ് എവിടെയാണോ ആ ടാർഗറ്റ് വരെ. ഓക്കെ, ഇനിയിപ്പോൾ നിങ്ങൾ ഈ ഒരു എംപാറ്റേൻ്റെ ലോ കട്ട് ചെയ്തപ്പോഴാണ് ഒരു ട്രേഡ് പ്ലാൻ ചെയ്തതെന്നുണ്ടെങ്കിൽ അതിൻ്റെ റിസ്ക് എന്ന് പറയുന്നത്, ഇപ്പം ഈ ഒരു എംപാറ്റേൻ്റെ ലോ കട്ട് ചെയ്തപ്പോഴാണ് നിങ്ങൾ ട്രേഡ് എടുക്കാൻ ഉദ്ദേശിക്കുന്നതെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മെയിൻ SL എന്ന് പറയുന്നത് ഈ ഒരു ഹൈക്ക് മേളിലായിരിക്കും മെയിൻ SL വെക്കേണ്ടത്. കാരണം ആ ഒരു ഹൈക്ക് മേളിൽ പോയാലേ മാർക്കറ്റ് വീണ്ടും മുകളിലോട്ട് പോകാനുള്ള സാധ്യതയുള്ളൂ അവിടെ. അപ്പോൾ അത്രയും റിസ്ക് എടുക്കാൻ പറ്റില്ല എങ്കിൽ ഈ ട്രെയിൽ ലൈൻ വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു ട്രെയിൽ ലൈനും കൂടെ നോക്കിയിട്ട് ഇവിടുന്ന് ട്രേഡ് എടുത്തുവെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഈ ഒരു ട്രെയിൽ ലൈൻ്റെ മുകളിൽ ഒരു 5 മിനിറ്റ് സ്ട്രോങ് ഒരു ഗ്രീൻ ക്യാൻഡിൽ ക്ലോസ് വെച്ച് കഴിഞ്ഞാൽ SL കൊടുക്കുക, എന്നിട്ട് അടുത്ത ട്രേഡിന് വേണ്ടി വെയിറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടുത്തെ റിസ്ക് അതാണ്. ഓക്കെ, ടാർഗറ്റ് പിന്നെ നമ്മൾ ഇഷ്ടമാണ്, നമുക്ക് എന്ത് പ്രോഫിറ്റ് എടുക്കണം എന്നുള്ളത്. ഇപ്പോൾ പരമാവധി റൈഡ് ചെയ്യാൻ ശ്രമിക്കുകയാണെങ്കിൽ ഒരു റെസിസ്റ്റൻസ് ഏരിയയിൽ നിന്ന് ട്രേഡ് എടുത്ത് തൊട്ട് താഴത്തെ എവിടെയാണോ ഒരു നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉള്ള അവിടെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഫസ്റ്റ് ടാർഗറ്റ് ബുക്ക് ചെയ്യാം. അതിന് താഴത്തെ മാർക്കറ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അതിന് റൈഡ് ചെയ്ത് അടുത്ത ലെവലിലോട്ട് നോക്കാം. ഓക്കെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു വട്ടം ഈ വീഡിയോ കണ്ടിട്ട് മനസ്സിലായില്ലെങ്കിൽ
വീണ്ടും വീണ്ടും ഒന്നും കൂടെ ഒക്കെ കണ്ടു നോക്കുക. എന്നിട്ട് ഇതേ കണക്ക് ഓരോ വീഡിയോയിലും നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ പോയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക. ലൈവ് മാർക്കറ്റ് ചെക്ക് ചെയ്ത് നോക്കുക. എല്ലാ ചാർട്ടിലും നിങ്ങൾ ഗോൾഡിലാണെങ്കിൽ ഗോൾഡിൽ, ബിറ്റ് കോയിനകത്താണെങ്കിൽ ബിറ്റ് കോയിനകത്ത്, ഇനി സ്റ്റോക്കിൽ ചെയ്യുകയാണെങ്കിൽ സ്റ്റോക്കിൽ ഇൻട്രാഡേ ചെയ്യാം. എങ്ങനെ വേണമെങ്കിലും നമ്മുടെ ഈ സ്റ്റഡി ഉപയോഗിച്ചിട്ട് നിങ്ങൾക്ക് ട്രേഡ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ. ഇനി എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് ചോദിക്കാം. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് വീഡിയോയും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, അപ്പോൾ പുതിയ ആൾക്കാരാരെങ്കിലും നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടെങ്കിൽ അവർ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണും കൂടെ ഒന്ന് പ്രസ് ചെയ്തേക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.